നമസ്കാരം. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിൽ വലിയൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ സോർട്ട് ചെയ്തെടുക്കും എന്നുള്ളതാണ്. സോർട്ടിങ് തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. വലിയൊരു ഡേറ്റ സെറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാനൊരു വൃത്തി ഉണ്ടാവും. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കുറെ കൂടെ ഫാസ്റ്ററായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അനലൈസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. മാത്രമല്ല ഡേറ്റ വളരെ ക്ലീൻഡ് ആയിരിക്കും, ക്ലീൻ ഡേറ്റ ആയിരിക്കും സോർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സോർട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എപ്പോഴും ഒരു തമ്പ് റൂളായിട്ട് എടുക്കുക. സോർട്ടിങ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഡാറ്റയും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മുഴുവൻ ഡാറ്റയും സെലക്ട് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു മെത്തഡോളജി ഉണ്ട്, ഷോർട്ട് കട്ട് കീ ഉണ്ട്. നമ്മൾ ഡേറ്റയുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ എ പ്രസ് ചെയ്യുക. കൺട്രോൾ എ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഡാറ്റയും സെലക്റ്റഡ് ആയിട്ട് കാണാം. അപ്പോൾ ഫുൾ ഡാറ്റ സെലക്ട് ചെയ്യാതെ സോർട്ടിങ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കോളത്തിനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ഡാറ്റ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നം എവിടെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്മാച്ച് വരും. ഡേറ്റ തമ്മിൽ ഒരു കോളം മാത്രം സോർട്ടഡ് ആവും, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ നിൽക്കും. അപ്പോൾ ഡേറ്റ കംപ്ലീറ്റ്ലി മിസ്മാച്ച് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം സോർട്ട് ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം. ഇപ്പം ഡേറ്റ സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഹോം ടാബിൽ പോയതിന് ശേഷം അതിൽ സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറയുന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കസ്റ്റം സോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇത് രണ്ടും ഞാൻ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യുന്നു. കാരണം ഇത് വളരെ എക്സലിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് കുറച്ചും കൂടെ നമ്മൾ അഡ്വാൻസ് ലെവലിൽ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് പോകുന്നത് കസ്റ്റം സോർട്ടിലേക്കാണ്. കസ്റ്റം സോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് കാണാം സോർട്ട് ബൈ. ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് സോർട്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റിൻ്റെ പേരുകളെ ബേസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് 4 സ്റ്റേറ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അവർ ആ 4 സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡർ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്കുള്ളത്. അതിലൊന്ന് കർണാടക, കേരള, തമിഴ്നാടു, തെലങ്കാന, ഇങ്ങനെ 4 സ്റ്റേറ്റുകളാണുള്ളത്. ഈ സ്റ്റേറ്റുകളുടെ പേരിനെയാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ എടുക്കേണ്ടത് സോർട്ട് ബൈ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ക്ലിക്ക് ഓൺ സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇത് സെക്കൻഡ് വൺ തൽക്കാലം നോക്കുകയോ വേണ്ട. ഇവിടെ സെൽ വാല്യൂസ് എന്നുണ്ടാവും, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. തൽക്കാലം അത് നമ്മൾ നോക്കുന്നേ ഇല്ല. മൂന്നാമത്തെ സെക്ഷനിൽ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണോ അതോ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. A to Z അല്ലെങ്കിൽ Z to A. മൂന്നാമത്തെ കസ്റ്റം ലിസ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ ഈ രണ്ടെണ്ണം മാത്രം നോക്കുക. ഇപ്പോൾ A to Z ആണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സോർട്ടിങ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് നെയിംസിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു കോളത്തിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ ആദ്യം കർണാടകയാണ് വരുന്നത്. കാരണം ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈ 4 സ്റ്റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യത്തെ ഇത് കർണാടക തന്നെയാണ്. കർണാടക കഴിഞ്ഞാൽ പിന്നെ കേരള വരുന്നു. കേരളയുടെ ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് തമിഴ്നാടു. ഇപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് T ആണ്. അപ്പോൾ തമിഴ്നാട് വന്നു, അതിനുശേഷം തെലങ്കാന വന്നു. അപ്പോൾ കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ് നെയിംസിനെ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടി. ഇപ്പോൾ ഡാറ്റ കുറച്ചും കൂടെ കാണാൻ കുറച്ചും കൂടെ ഒരു ക്ലീൻ ഡെപ്പായിട്ടുള്ള ഡേറ്റയായി മാറി. ഇതാണ് ബേസിക് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ സോർട്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടം കൊണ്ട് തീരുന്നില്ല. നമ്മളിപ്പോൾ സ്റ്റേറ്റ് നെയിംസിനെ സോർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് കാറ്റഗറിയെയും കൂടെ സോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. അതായത് ഈ സോർട്ടിങ് കളയാൻ പാടില്ല, ഈ സോർട്ടിങ് പോവരുത്. ഈ സോർട്ടിങ് പോവാതെ തന്നെ കാറ്റഗറിയും കൂടെ സോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. കാറ്റഗറിയിൽ നമുക്ക് 4 കാറ്റഗറീസ് ആണുള്ളത്. ബാർസ്, ക്രാക്കേഴ്സ്, കുക്കീസ്, സ്നാക്സ്, ഇങ്ങനെ 4 കാറ്റഗറിയാണ് നമുക്ക് വരുന്നത്. ഈ കാറ്റഗറിയും കൂടെ നമുക്ക് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ കർണാടകയുടെ ഉള്ളിൽ ആദ്യം കാണേണ്ടതെല്ലാം ബാർസിൻ്റെ ഡേറ്റയാണ്, പിന്നീട് കാണേണ്ടതൊക്കെ ക്രാക്കേഴ്സിൻ്റെ ഡേറ്റയാണ്, അതിനുശേഷം കുക്കീസ്, അതിനുശേഷം സ്നാക്സ്. അതിന് കഴിഞ്ഞിട്ടാണ് നമുക്ക് കേരളയുടെ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കർണാടകയുടെ ഉള്ളിൽ ഈ കാറ്റഗറീസ് എല്ലാം സ്കാറ്റേർഡ് ആണ്. കർണാടകയിൽ സ്നാക്സ് ആദ്യം കാണിച്ചു, പിന്നെ ബാസ് കാണിക്കുന്നുണ്ട്, പിന്നെ ക്രാക്കേഴ്സ് കാണിക്കുന്നുണ്ട്, പിന്നെ കുക്കീസ്, പിന്നെ വീണ്ടും ബാസ്, പിന്നെ വീണ്ടും കുക്കീസ്, അങ്ങനെ എല്ലാം സ്കാറ്റേർഡ് ആണ് ഇപ്പം നിലവിലുള്ളത്.
അപ്പോൾ ഈ സോർട്ടിങ് കളയാതെ, സ്റ്റേറ്റ് നെയിംസിന്റെ സോർട്ടിങ് കളയാതെ തന്നെ എനിക്ക് കാറ്റഗറിയും കൂടെ സോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീണ്ടും കൺട്രോൾ എ, അതിലൊരു മാറ്റവും ഇല്ല. വീണ്ടും നമ്മൾ സോർട്ട് ആൻഡ് ഫിൽട്ടർ, കസ്റ്റം സോർട്ട്, ഇത്രയും വരെ കറക്റ്റായിട്ട് നമ്മൾ മുമ്പ് എന്താണോ ചെയ്തത് അതേപോലെ തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഓൾറെഡി സ്റ്റേറ്റ് നെയിംസിനെ സോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ഇതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മളിവിടെ ആഡ് ലെവൽ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ഓൺ ആഡ് ലെവൽ. അപ്പോൾ ഇവിടെ താഴെ ഒരു ഫീൽഡും കൂടെ വന്നതായിട്ട് കാണാം. ഈ ഫീൽഡിൽ നിന്ന് ഇവിടെ നമ്മൾ കാറ്റഗറി എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെയും എഗെയിൻ നമുക്ക് എ ടു സെഡ് അല്ലെങ്കിൽ സെഡ് ടു എ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇപ്പം നമുക്ക് എങ്ങനെ കിട്ടി? ഇപ്പൊ കർണാടകയുടെ ഉള്ളിൽ ബാസ് മുഴുവനും ആദ്യം കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കർണാടകയുടെ ഉള്ളിൽ തന്നെയുള്ള കുക്കീസ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ക്രാക്കേഴ്സ്, അത് കഴിഞ്ഞാൽ സ്നാക്സ്. കർണാടക കഴിഞ്ഞാൽ പിന്നെ കേരളയുടെ ബാസ്, കുക്കീസ്, ക്രാക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റേറ്റ് നെയിംസിന്റെ സോർട്ടിങ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫർദർ ആയിട്ട് ഒരു ലെവലും കൂടെ നമ്മൾ സോർട്ട് ചെയ്തു. ഇതിൻ്റെ പേരാണ് നമ്മൾ മൾട്ടി ലെവൽ സോർട്ടിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സോർട്ടിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ സോർട്ടിംഗ് എന്ന് നമ്മൾ പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ഒരു ലെവലും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ സ്റ്റേറ്റ് നെയിംസ് സോർട്ട് ചെയ്തിട്ടുണ്ട്, കാറ്റഗറി സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കാറ്റഗറിയുടെ ഉള്ളിൽ ക്വാണ്ടിറ്റി, ഏറ്റവും കുറവ് ക്വാണ്ടിറ്റി മുതൽ ഏറ്റവും ഹയസ്റ്റ് ക്വാണ്ടിറ്റി വരെ രീതിയിലുള്ള സോർട്ടിങ് ചെയ്യണം. എന്ന് വെച്ചാൽ കർണാടകയുടെ ഉള്ളിലെ ബാസിൻ്റെ ഉള്ളിലെ ഏറ്റവും ലോവസ്റ്റ് ക്വാണ്ടിറ്റി ആദ്യം കാണിക്കണം. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കൂടി 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 വന്നിട്ട് ഏറ്റവും ഹയസ്റ്റ് ക്വാണ്ടിറ്റി കാണിക്കണം. അത് കഴിഞ്ഞാൽ കർണാടകയുടെ ഉള്ളിൽ തന്നെ കുക്കീസിലെ ലോവസ്റ്റ് ക്വാണ്ടിറ്റി ടിൽ ഹയസ്റ്റ് ക്വാണ്ടിറ്റി. അത് കഴിഞ്ഞാൽ സെയിം കർണാടകയുടെ ഉള്ളിൽ തന്നെ ക്രാക്കേഴ്സിലെ ലോവസ്റ്റ് ക്വാണ്ടിറ്റി ടു ഹയസ്റ്റ് ക്വാണ്ടിറ്റി. ആ രീതിയിൽ നമുക്ക് ഒരു ലെവലും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ എക്സാക്ട്ലി സെയിം സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. കൺട്രോൾ എ, സോർട്ട് ആൻഡ് ഫിൽട്ടർ, കസ്റ്റം സോർട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ആഡ് ലെവൽ കൊടുത്താൽ ഈ സ്റ്റേറ്റിൻ്റെയും കാറ്റഗറിയുടെയും ഇടയ്ക്കാണ് ഒരു ലെവൽ വന്നിട്ടുള്ളത്. എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് സ്റ്റേറ്റിൻ്റെയും കാറ്റഗറിയുടെയും സോർട്ടിങ്ങിനെ തൊടാനേ പാടില്ല. അതല്ലാതെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെവലായിട്ടാണ് എനിക്ക് ക്വാണ്ടിറ്റി ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ഈ രണ്ടാമത്തെ ലെവലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടാം. ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വിടാം. എന്നിട്ട് നമ്മൾ ആഡ് ലെവൽ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെവലായിട്ട് വരും. അതല്ലാതെ നമ്മൾ ആദ്യമേ കയറിയിട്ട് ആഡ് ലെവൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇടയ്ക്കാണ് വരുള്ളൂ. ഇനി ഈ മൂന്നാമത്തെ ലെവലിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ഇവിടെ ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഒക്കെ എ ടു സെഡും സെഡ് ടു എ ആണ് കണ്ടിരുന്നത്. പക്ഷേ ഇത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നും ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്നുള്ളതാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം ഈ കോളത്തിലുള്ള വാല്യൂസ് മുഴുവനും നമ്പർ വാല്യൂസ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സൽ ഡിറ്റക്ട് ചെയ്യുന്നു ഇവിടെ നമ്മൾ എ ടു സെഡ് സെഡ് ടു എ നടക്കില്ല, പകരം സ്മോളസ്റ്റ് ലാർജസ്റ്റ്, ലാർജസ്റ്റ് സ്മോളസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. ഞാൻ സ്മോളസ്റ്റ് ലാർജസ്റ്റ് എടുക്കുന്നു, ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് നോക്കാം, കർണാടകയുടെ ഉള്ളിൽ ബാസിലെ ഏറ്റവും ലോവസ്റ്റ് ക്വാണ്ടിറ്റി കാണിക്കുന്നു. ആ ക്വാണ്ടിറ്റി കൂടി 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 വന്ന് ബാസിലെ ഏറ്റവും ഹയസ്റ്റ് ക്വാണ്ടിറ്റി കാണിച്ചു. അത് കഴിഞ്ഞാൽ സെയിം കർണാടകയുടെ ഉള്ളിൽ കുക്കീസിലെ ലോവസ്റ്റ് ക്വാണ്ടിറ്റി കാണിച്ചു, കുക്കീസിലെ ഹയസ്റ്റ് ക്വാണ്ടിറ്റി വരെ പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലെവലും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര കോളംസ് ഉണ്ടോ അത്രയും ലെവൽസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. എത്ര ഹെഡിങ്സ് ഉണ്ടോ അത്രയും ലെവലുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മൾട്ടി ലെവൽ സോർട്ടിംഗ് എന്ന് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് മുമ്പ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയൊരു ടോപ്പിക് ഉണ്ട്, കസ്റ്റം ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഒരു സംഭവം കൂടെ നമ്മൾ അവിടെ കണ്ടിരുന്നു. അതെന്താ കസ്റ്റം ലിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് വേണ്ട സോർട്ടിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത് സ്റ്റേറ്റ് നെയിംസിൽ തന്നെ കേരള ആദ്യം വരണം, ഓക്കെ, പിന്നെ തമിഴ്നാട് വരണം, പിന്നെ കർണാടകയും പിന്നെ തെലങ്കാനയും വരണം. ഈ രീതിയിലാണ് എനിക്ക് ഓർഡർ വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എ ടു സെഡിലും പെടുത്താൻ പറ്റില്ല, സെഡ് ടു എയിലും പെടുത്താൻ പറ്റില്ല. ഇത് നമ്മുടേതായിട്ടുള്ള ഒരു ഓർഡറാണ്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഡറാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ രീതിയിലുള്ള സോർട്ടിങ് ഇവിടെ നടക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മളൊരു കസ്റ്റം ലിസ്റ്റ് ഉണ്ടാക്കും.
നമ്മുടെ ആദ്യത്തെ ഒരു സെഷനുകളിൽ ഒരെണ്ണത്തിൽ ഞാൻ നമ്മൾ ആ ഓട്ടോ ഫില്ല് പറഞ്ഞു തന്നപ്പോൾ കസ്റ്റം ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. എക്സാക്ട്ലി സെയിം തിങ് തന്നെയാണ് ഇവിടെ. നമ്മൾ ഒരു കസ്റ്റം ലിസ്റ്റ് ഈ ഓർഡറിൽ നമ്മളൊരു കസ്റ്റം ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതിന് നിങ്ങൾ അന്ന് പറഞ്ഞ വഴിയിലേക്ക് പോവാം. അതായത് ഒന്നെങ്കിൽ ഫയൽ ഓപ്ഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അന്ന് കസ്റ്റം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ എടുത്തിട്ട് നമുക്ക് കസ്റ്റം ലിസ്റ്റ് ഉണ്ടാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഈ സോർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റം ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം എക്സൽ തന്നെ നേരിട്ട് തരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോർട്ട് ആൻഡ് ഫിൽട്ടർ, കസ്റ്റം സോർട്ട്, ഇവിടെ സ്റ്റേറ്റ് നെയിംസ് A to Z, Z to A കഴിഞ്ഞാൽ ഇവിടെ ദർ ഇസ് സംതിങ് കോൾഡ് കസ്റ്റം ലിസ്റ്റ്. ക്ലിക്ക് ഓൺ കസ്റ്റം ലിസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ബോക്സ് വരും. നമ്മൾ ആദ്യത്തെ സെഷനിൽ ഈ ബോക്സ് നമ്മൾ കണ്ടിരുന്നു. ഫയലിൽ ഓപ്ഷൻസ് ഒക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ ആ ഫയൽ ഓപ്ഷൻസ് എടുക്കാതെ തന്നെ ഈ ഓപ്ഷനിലേക്ക് വന്നു. ഇവിടെ യു ടൈപ്പ് യുവർ ലിസ്റ്റ്. കേരള, തമിഴ്നാടു, കർണാടക ആൻഡ് തെലങ്കാന. സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്നുള്ളത്, ഈ ഡാറ്റയിൽ എന്താണോ അതേ സ്പെല്ലിംഗ് തന്നെ കൊടുക്കണം. എനിക്ക് ഇപ്പോഴും ഇതിലൊരു ചെറിയ സംശയമുണ്ട്. ഒറ്റ മിനിറ്റ്, നമുക്ക് നോക്കാം. തമിഴ്നാടു എന്നുള്ളതിന് ഇടയ്ക്ക് സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. യെസ്, സ്പേസ് ഉണ്ട്. സ്പേസ് ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റം ലിസ്റ്റിലും അതേപോലെ തന്നെ കൊടുക്കണം. ലെറ്റ് us take it again. കസ്റ്റം സോർട്ട്, ഇവിടെ കസ്റ്റം ലിസ്റ്റ്. സോ അഗെയിൻ കേരള, തമിഴ്നാടു, കർണാടക, തെലങ്കാന. ഈ ഓർഡറാണ് നമുക്ക് വേണ്ടത്. ഈ ഓർഡർ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ക്ലിക്ക് ഓൺ ആഡ്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വന്നു. നൗ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഓക്കെ. ഇവിടെ ആ ഓർഡർ വന്നു കഴിഞ്ഞു. കേരള, തമിഴ്നാടു, കർണാടക, തെലങ്കാന എന്ന് പറയുന്ന ഓർഡർ ഇവിടെ കാണുന്നുണ്ട്. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ സോർട്ടായി. ഇതിൽ കേരള ആദ്യം വന്നു, പിന്നെ തമിഴ്നാട് വന്നു, പിന്നെ കർണാടക വന്നു, പിന്നീട് തെലങ്കാന വന്നു. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കസ്റ്റം ലിസ്റ്റ് എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഓർഡർ A to Z ലോ Z to A യിലോ പെടുത്താൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ്. ഇത്രയാണ് നമുക്ക് സോർട്ടിങ്ങിൻ്റെ ഒരു ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത സെഷനിൽ നമ്മൾ ഫിൽറ്ററിങ്ങും മറ്റ് അനുബന്ധ വിഷയങ്ങളും നമ്മൾ കാണാം. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.